ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടോയ്ലറ്റ് ക്ലീനറാണ്. അതായത് ടോയ്ലറ്റ് ക്ലീനിങ് പൗഡറാണ് കേട്ടോ ഇന്നുണ്ടാക്കണത്. അപ്പോൾ ഇത് ടോയ്ലറ്റിൻ്റെ ഫ്രഷ്നറായിട്ട്, അതുപോലെ തന്നെ നമ്മളെ ടോയ്ലറ്റിലുള്ള യെല്ലോയിഷ് കളറൊക്കെ അല്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൗഡറാണിത്. അപ്പോൾ ചിലവർക്കൊന്നും ഈ ടോയ്ലറ്റ് ക്ലീനറില്ലേ, നമ്മൾ ഹാർപ്പിക്കൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും ചിലവർക്ക് പിടിക്കില്ല. അവർക്കൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു പൗഡർ പോലെ, പൗഡറിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് പൗഡറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൗഡർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗള് ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമുക്ക് വേണ്ടത് സിട്രിക് ആസിഡാണ്. അപ്പോൾ സിട്രിക് ആസിഡ് നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ്. സിട്രിക് ആസിഡ് ക്രിസ്റ്റൽസ്. സിട്രിക് ആസിഡ് ഞാൻ 1/2 ബൗള് സിട്രിക് ആസിഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് സോപ്പിൻ്റെ പൊടിയില്ലേ, സോപ്പ് പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. സോപ്പ് പൊടി 1/2 ബൗള് സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ളത് എസെൻഷ്യൽ ഓയിൽസ്, അതായത് പുൽത്തൈലുണ്ടെങ്കിൽ നമുക്ക് പുൽത്തൈലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെച്ചെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എസെൻഷ്യൽ ഓയിൽസ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ചെങ്കിൽ നമുക്കൊരു സ്മെല്ലിന് വേണ്ടി ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. ഞാൻ ഇതിൽ പുൽത്തൈലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമായ കാരണം ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് 30 മില്ലിക്ക് 60 രൂപയേ വല്ലുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിമ്മിൻ്റെ ലിക്വിഡൊന്നും ചേർത്ത് കൊടുക്കാണ്ടിരിക്കുക, അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാണ്ടിരിക്കുക. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സിട്രിക് ആസിഡും കൂടിയുള്ള കാരണം അത് പതഞ്ഞ് പൊങ്ങും. അപ്പോൾ അത് ചേർക്കാണ്ടിരിക്കുക. നമ്മളിത് പൗഡർ ഫോമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ചേർക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൗളെടുത്തു. അപ്പോൾ നന്നായി തുടച്ചെടുത്ത ബൗളാണ് കേട്ടോ, വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവാൻ പാടില്ല. അത് നന്നായി തുടച്ചെടുത്ത ബൗളാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് പുൽത്തൈലാണ്. അപ്പോൾ അത് കുറച്ച്, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണ്ടോ, കുറച്ച് ഒരു 10 ഡ്രോപ്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ ഉപയോഗിച്ച് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഞാൻ എല്ലാ കാര്യങ്ങളും കൈ ഉപയോഗിച്ച് ചെയ്യാറ്, അത് കാരണം ഞാൻ പെട്ടെന്ന് ചെയ്തു പോയി. അപ്പോൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കവറിൽ ഇതിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പുൽത്തൈലം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുൽത്തൈലം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവില്ലേ, അത് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. അപ്പോൾ ഇതിന് അധികം ഇതിൻ്റെ അതായത് ടെക്സ്ചർ പിടിച്ച് നോക്കുമ്പോൾ ശരിക്കും പൗഡർ പോലെ തന്നെ, അതായത് സോപ്പും പൊടി പോലെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വല്പം കൂടി ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ അതിലേക്ക് സോപ്പും പൊടി ചേർത്ത് കൊടുത്തു. സോപ്പും പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സോപ്പും പൊടിയൊക്കെ ചിലവർക്ക് കൈ കൊണ്ട് ഇളക്കുമ്പോൾ അലർജി ഉണ്ടാവും, അവർ സൂക്ഷിക്കുക ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ സോപ്പും പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുത്തു. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഓയിലും ഇത് ഓയിൽ എസെൻഷ്യൽ ഓയിലല്ലേ ചേർക്കണം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. പിന്നെ നമ്മളെ പാത്രത്തിലും അങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ വെള്ളം അതിൽ വന്നിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് സിട്രിക് ആസിഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ബൗള് സിട്രിക് ആസിഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കട്ടകളുണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അതും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഒരു കവറിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ഇളക്കണമെന്നില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത് കൈ ശ്രദ്ധിക്കണവരാണെങ്കിൽ അത് നോക്കുക. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യവും കൈ കൊണ്ട് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്തു പോയി. അപ്പോൾ നമ്മൾ ഇത് ഒരു ബോട്ടിലാക്കിയിട്ട്, അതായത് എയർ ടൈറ്റുള്ള ബോട്ടിലാക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഇതിൽ ഈർപ്പം അങ്ങനെ തെറ്റാന്ന് വെച്ചാൽ ഇത് കട്ടയാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ബാത്റൂമിൽ സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക, പുറത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സിട്രിക് ആസിഡിൽ പുൽത്തൈലം ഒരു സ്വല്പം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കണ്ടോ,
അത് പെട്ടെന്ന് തന്നെ പതിഞ്ഞ് പൊങ്ങി നമ്മളുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൗഡറിലും ഇതുപോലെ തന്നെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അത് പതഞ്ഞ് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നന്നായി സൂക്ഷിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യാം. അല്ല വെച്ചെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ളത് നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയതാണ്. ഇനി ഞാൻ മുന്നേ ഉണ്ടാക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട്, അതാണ് ഈ ബോട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് നോക്കുന്നത് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയില്ലേ, അതാണ് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എടുത്ത് 1 ടീസ്പൂണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണില്ല കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടില്ല, പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് പൊന്തി വന്നു കണ്ടോ, പെട്ടെന്ന് തന്നെ പൊന്തി വരും. അപ്പോൾ ഇനി ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുന്നേ ഉണ്ടാക്കിയതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈലുകളില്ലേ അത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വെതറി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് ടൈൽസും ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ ഈ മിക്സ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർപ്പിക്കും ഇതും ഇതിൽ കൂടെ മിക്സ് ചെയ്ത് ഒരിക്കലും ക്ലീൻ ചെയ്യരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.